ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, സുഹൃത്തുക്കളെ, പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മിലെല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഷഫീഖ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു നിർദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഏറ്റവും പുറകിലെ ബെഞ്ചിലിരിക്കുന്ന പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ കൈപിടിക്കണം എന്നാണ്. ICTയിലെ ടീച്ചേഴ്സിനോട് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾക്ക് 2 കൈകളുണ്ട്. ആ 2 കൈയിൽ ഒരു കൈ കൊണ്ട് താഴെയുള്ളവരെ പിടിക്കുകയും മറ്റേ കൈ കൊണ്ട് മുകളിലുള്ളവരെ കൂടുതൽ ഉയർത്തുകയും ചെയ്യുക എന്നാണ്. സാധാരണ സ്കൂളുകളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം, ഒന്നുകിൽ മികവുള്ളവരെ മാത്രം ശ്രദ്ധിക്കുകയും മികവില്ലാത്തവർ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റ് ചില സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യം, മികവില്ലാത്തവരെ മാത്രം ശ്രദ്ധിക്കുകയും മികവുറ്റവർക്ക് കൂടുതൽ മികവിലേക്ക് എത്താൻ കഴിയാതെ പോവുകയും ചെയ്യുന്നു. ഇത് വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. ICTയിലെ ടീച്ചേഴ്സിനോട് നിരന്തരമായി നമ്മൾ പറയുന്നത്, മികവില്ലാത്തവർ എന്ന് കാണുന്ന ആളുകളെ കൈപിടിച്ച് ഒരു കൈ കൊണ്ട് അവരെ പിടിച്ചുയർത്തുക. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കൈ ബാക്കിയുണ്ട്. ആ കൈ കൊണ്ട് മികവുറ്റ രീതിയിൽ മുന്നോട്ട് പോകുന്നവരെ കൂടുതൽ മികവുറ്റവരാക്കി മാറ്റുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, 2025-26 അക്കാദമിക വർഷത്തിൻ്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത്. ഒപ്പം തന്നെ ഒരു പുതിയ ഹിജ്റ വർഷത്തിൻ്റെ തുടക്കത്തിലുമാണ് നമ്മളുള്ളത്. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക്, നമുക്ക് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും നൽകി നമ്മുടെ ഇരുലോകവും വിജയപ്രദമാക്കി മാറ്റിത്തരുമാറാകട്ടെ. എൻ്റെ ഈ സംസാരത്തിന് ശേഷം ഇവിടെ 2 കുട്ടികളെ അഭിനന്ദിക്കുന്നു. നമ്മൾ 2 കുട്ടികൾക്ക് മെമൻറ്റോ നമ്മൾ നൽകുന്നുണ്ട്. അതിൽ ഒരു വിദ്യാർത്ഥി ICTയിലെ പൂർവ്വ വിദ്യാർത്ഥിയും ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയയിൽ ഡിഗ്രി പൂർത്തിയാക്കി ഇപ്പോൾ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് വേണ്ടി യോഗ്യത നേടിയിട്ടുള്ള ഷുഹൈബാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബിനെ നമ്മൾ ഇവിടെ വെച്ച് ആദരിക്കുന്നുണ്ട്. രണ്ടാമത്തൊരു വിദ്യാർത്ഥി സഅദ് മുബഷിർ, 2022-23 10ാം ക്ലാസ് ബാച്ചിൽ ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മകൻ. അവൻ JEEയിൽ ഉയർന്ന റാങ്കോടുകൂടി കാലിക്കറ്റ് NITയിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. നമ്മളിവിടെ നിരന്തരമായി പറയാറുണ്ട്, നമ്മുടെ കുട്ടികൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിച്ചേരണം. അത് കേവലമായ വാക്കുകൾ മാത്രമല്ല എന്നും നമ്മുടെ ടീച്ചേഴ്സ് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ആ പരിശ്രമം വിജയത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. ഇവിടെ പ്രീ റെക്കോർഡ് ചെയ്തിട്ടുള്ള വോയിസ് പ്രകാരം അവർക്കുള്ള മെമൻറ്റോ നൽകാൻ എന്നെയാണ് വിളിക്കുക. പക്ഷേ നമുക്കിന്ന് വളരെ അവിചാരിതമായി, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വഭാവത്തിൽ ഒരതിഥിയെ നമുക്ക് വീട് കിട്ടിയതുപോലെ കിട്ടിയിട്ടുണ്ട്. ബഹുമാന്യനായ അബ്ദുർ റസാഖ് സാഹിബ്, അദ്ദേഹം UAEയിലെ വലിയൊരു വ്യവസായിയാണ്. നമ്മുടെ ഈ സ്ഥാപനം ഇതുവരെ കാണാത്തൊരാളാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ, ഇത്രയും കുട്ടികൾ AI ഇൻ്റഗ്രേറ്റഡ് IT ലാബ് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സുകൊണ്ടാണ്. അദ്ദേഹം എപ്പോഴും ഈ സ്ഥാപനത്തെ, നമ്മുടെ നാട്ടുകാരനല്ല,
നമ്മുടെ ജില്ലയിലെ കോഴിക്കോടിനടുത്തുള്ള പെരിങ്ങാടി പ്രദേശത്തുകാരനാണ് അദ്ദേഹം. ഒരിക്കലും ഇത്തരം വേദികളിലേക്ക് വരികയോ ഇങ്ങനെ ഒരു സംസാരം ഞാനൊരു ധൈര്യത്തിൽ നടത്തുകയാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സംസാരം നടത്തേണ്ടി വരില്ല, അദ്ദേഹം ശാസിക്കും, സാരമില്ല. എന്നാലും ഈ നാടിനെ നെഞ്ചോട് ചേർത്തൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എപ്പോൾ പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം സമീപിച്ചിട്ടുള്ള ഒരു മാന്യ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് നമുക്ക് AI ലാബ് മുഴുവനായി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹമായിരിക്കും ഈ 2 കുട്ടികൾക്കുള്ള മെമൻറ്റോ നൽകുക. എൻ്റെ പേരായിരിക്കും ഒരുപക്ഷെ വിളിക്കുക, പക്ഷെ അദ്ദേഹമാണ് അത് നൽകുക. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഒന്ന്, ഏതാണ്ട് ഒരു സ്കൂളും നൽകാത്ത വിധത്തിലുള്ള ഒരു സ്കൂളും, നമ്മളൊക്കെ ധാരാളം സ്കൂളുകളുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്, ധാരാളം സ്കൂളുകളുടെ PTA കമ്മിറ്റി കോൺഫറൻസുകൾ നടക്കാറുണ്ട്. പക്ഷെ അവിടങ്ങളിലൊന്നും ഇതുപോലെ നേരത്തെ ഇവിടെ ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് അവതരിപ്പിച്ചതുപോലുള്ള ഒരു പ്രസന്റേഷൻ നടക്കാറില്ല. നമ്മൾ എന്ത് ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്കിനി കാണാം, ഇനി നടക്കാൻ പോകുന്ന പരിപാടികളിൽ നമ്മുടെ അക്കാഡമിക് പ്ലാൻ ഇവിടെ വൈസ് പ്രിൻസിപ്പൽ ബഹുമാന്യായ ഇർഫാൻ അമേൻ അവതരിപ്പിക്കും. നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മുടെ അക്കാഡമിക് പ്ലാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറയാം. ഞങ്ങളത് സ്വീകരിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. കൂടുതൽ മികവുറ്റ രീതിയിലേക്ക് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് ടീച്ചേഴ്സിനെ, 1 to 10 ക്ലാസ് ടീച്ചേഴ്സിനെയും മോണ്ടിസറിയിലെ ബാച്ച് ടീച്ചേഴ്സിനെയും നമ്മളിവിടെ കൊണ്ടുവരും. അവരെ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കും. എന്തിനെന്നാൽ ആ ടീച്ചേഴ്സാണ് നിങ്ങളുടെ മക്കളുടെ ക്ലാസ് ടീച്ചേഴ്സ്. നമ്മൾ ഈ വർഷം മുതൽ എടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സ്കൂൾ, അതിലുള്ള ഓരോ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിൽ 35% പേർ എബോവ് 90 മാർക്ക് വാങ്ങുന്നവരായി മാറുകയും ബാക്കി വരുന്ന ഏതാണ്ട് 60%-നടുത്ത് കുട്ടികൾ എബോവ് 75 വാങ്ങുന്ന വിദ്യാർത്ഥികളായി മാറുകയും ചെയ്യണം. അങ്ങനെ നമ്മുടെ സ്കൂൾ ഡിസ്റ്റിങ്ഷൻ സ്കൂളായി മാറണം എന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അതിനുള്ള അക്കാഡമിക് പ്ലാനാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. 2030 ആകുമ്പോഴത്തേക്ക് തീർച്ചയായും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരു 50 വിദ്യാർത്ഥികളെങ്കിലും തീർച്ചയായും എത്തിച്ചേരുമെന്നാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിനുവേണ്ടി സ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലും കേരളത്തിന് പുറത്തും വലിയ യൂണിവേഴ്സിറ്റികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ, IIT-യിലും IIM-ലും എയിംസിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നാഷണൽ യൂണിവേഴ്സിറ്റിയിലും ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ, നമ്മളുമായി വളരെ ഹൃദയബന്ധമുള്ള വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ സ്കിൽ, അവർ നമ്മെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ക്യാമ്പസ് വിസിറ്റ് ഈ ജൂലൈ മാസം അവസാനത്തിൽ ഇവിടെ ഉണ്ടാകും. അവർ 8, 9, 10 ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് കരിയർ ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കും എന്നാണ് നാം വിചാരിക്കുന്നത്. ആ രീതിയിൽ അത് മുന്നോട്ട് പോകും. പ്രിയപ്പെട്ടവരെ, 2030 എന്ന ഒരു പ്രൊജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 2027 ആകുമ്പോൾ വ്യത്യസ്തമായ 23ഓളം കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് കോച്ചിങ് കൊടുക്കുന്ന സ്വഭാവത്തിൽ, കേവലം JEE നീറ്റ് അത് പ്രധാനപ്പെട്ടതാണ്, എന്നാൽ JEE നീറ്റ് മാത്രമല്ല, ഐസറിലേക്കും നൈസറിലേക്കും എത്തുന്ന IIT, ടിസ്നെറ്റ്, CUT തുടങ്ങിയിട്ടുള്ള ധാരാളം കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, 23ഓളം കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് കോച്ചിങ്ങോട് കൂടിയിട്ട് റെസിഡൻഷ്യൽ സ്വഭാവത്തിലുള്ള ഒരു ക്യാമ്പസ് ഞാൻ നമ്മുടെ ട്രസ്റ്റിലുള്ള 2 ബഹുമാന്യരായ വ്യക്തികളെ ഈ ഒരു സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അതിലൊന്ന് പുതുതായി ട്രസ്റ്റിലേക്ക് വന്നിട്ടുള്ള സുറൂർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമത്തത് ബിസിനസ്സുകാരനായിട്ടുള്ള SV റഷീദ് സർ. അവർ 2 പേരും ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തു കഴിഞ്ഞു. റെസിഡൻഷ്യൽ സ്കൂളിന്റെ ആരംഭം ഈ വർഷം നമ്മൾ കുറിച്ചു. 4 വിദ്യാർത്ഥികൾ ഇപ്പോൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. തീർച്ചയായും പടന്നയുടെ, കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായിട്ട് ഒരു റെസിഡൻഷ്യൽ സ്കൂള് ഇവിടെ ഉണ്ടാകും. 2028 ആകുമ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടിയ, പ്രീമിയം സൗകര്യത്തോടു കൂടി
പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്താവുന്ന സ്വഭാവത്തിലുള്ള വിദ്യാർത്ഥികളെ നമ്മളെ ഇവിടെ ഉണ്ടാക്കും എന്ന് നിങ്ങളെ സാക്ഷിയാക്കി പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞതായി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സ്വപ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു സ്വപ്നം ഈ പടന്നയുടെ കുഗ്രാമത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിക്കണം. പടന്നയുടെ കുഗ്രാമത്തിൽ നിന്നുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ പഠിക്കണം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളിൽ തിങ്കറിംഗ് ലാബ് എന്ന് പറയുന്ന ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ICTയുടെ അടുത്ത സ്വപ്നം നമ്മുടെ കുട്ടികൾക്ക് തിങ്കറിംഗ് ലാബ് ലഭ്യമാകണം എന്നതാണ്. തീർച്ചയാണ്, എന്നോട് പ്രിൻസിപ്പൽ അധികവും പറയാറുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞാൽ മതി, ബാക്കി നടന്നോളും. നമ്മുടെ പ്രതീക്ഷ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ രക്ഷിതാക്കളാണ്. തീർച്ചയായും ഈ രക്ഷിതാക്കളും നേരത്തെ പറഞ്ഞിട്ടുള്ള അബ്ദുൾ റസാഖ് സാഹിബിനെ പോലെയുള്ള ഉദാരരായ മനുഷ്യരും തീർച്ചയായും ദൈവസഹായം കൂടി ഒത്തുകഴിഞ്ഞാൽ ഈ ലക്ഷ്യം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ICT മുന്നോട്ട് പോകുന്നത് 2 കാലുകൾ കൊണ്ടും 2 ചിറകുകൾ കൊണ്ടുമാണ്. 2 കാലിൽ ഒരു കാൽ നമ്മൾ ചരിത്രത്തിലേക്ക് അമർത്തി വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഓടാൻ കഴിയുക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരത്തെ ഷഫീഖ് വളഞ്ഞ കാലിനെ കുറിച്ചും തിരിഞ്ഞ കാലിനെ കുറിച്ചും പറഞ്ഞു. നേരെയുള്ള 2 കാലുകൾ കൊണ്ട് നമ്മൾ ഓടാൻ ശ്രമിച്ചാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ഓടുക? ഓട്ടത്തിന് എങ്ങനെയാണ് സ്പീഡ് കൂടാൻ കഴിയുക? ഒരു കാല് പുറകിൽ അമർത്തി വെക്കണം. ആ കാല് എത്രമാത്രം പുറകിൽ അമർത്തി വെക്കുന്നോ അത്രയും ശക്തിയിലെ മുന്നോട്ട് നമുക്ക് ഓടാൻ പറ്റും. നമ്മൾ ICTയുടെ മാനേജ്മെന്റ്, ICTയുടെ ഒരു ട്രസ്റ്റ്, ആരെന്ത് വിചാരിച്ചാലും ചരിത്രത്തിൽ നമ്മുടെ പൂർവികർ നട്ടു നനച്ചിട്ടുള്ള ചരിത്രത്തിൽ അവരുടെ രക്തവും അവരുടെ വിയർപ്പും അവരുടെ അധ്വാനവും അവരുടെ ബുദ്ധിയും ചാലിച്ചിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ അധ്വാനത്തിന്റെ ആ മണ്ണിൽ നമ്മുടെ ഒരു കാല് അമർത്തി വെച്ചിട്ടുണ്ട്. അത് അമർത്തി വെച്ചത് അവിടെ നിൽക്കാനല്ല, നമുക്ക് മറ്റൊരു കാലുണ്ട് ഭാവിയിലേക്ക് അതിശക്തമായി കുതിച്ചോടാനാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യാറില്ലേ? ഡ്രൈവ് ചെയ്യുമ്പോൾ 2 സൈഡ് മിറർ കാണാറില്ലേ? ആ 2 സൈഡ് മിറർ എന്തിനാണ്? സാധാരണ മുന്നോട്ട് പോകുന്നവർക്ക് മുന്നിൽ മാത്രമല്ലേ മിറർ വേണ്ടതുള്ളൂ. എന്തിനാണ് പിന്നിൽ മിറർ? അതെ, നമുക്ക് പുറകിലുള്ളത് ഇടയ്ക്ക് നോക്കണം. നമ്മൾ പുറകിൽ ഉള്ളത് ഇടയ്ക്ക് നോക്കിയാൽ മാത്രമേ മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റും. അതിനാണ് 2 സൈഡ് ഗ്ലാസുകൾ. ചരിത്രം എന്തിനാണ്? ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ പുറകോട്ട് നോക്കാനാണ്. നമ്മൾ എവിടെ ഉണ്ടായിരുന്നു എന്നറിയാൻ, നമ്മൾ എന്തായിരുന്നു എന്നറിയാൻ. അതെ, നമ്മൾ എന്തായിരുന്നു എന്നറിയുമ്പോഴാണ് ഇനി നമ്മൾ എന്താകണം എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് 2 കാലുകളുണ്ട്. ഒന്ന് ചരിത്രത്തിൽ ഊട്ടപ്പെട്ടിട്ടുള്ള കാല്, മറ്റൊന്ന് ഭാവിയിലേക്ക് വർത്തമാനത്തിലേക്ക് കുതിച്ചു പായാനുള്ള മറ്റൊരു കാല്. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് 2 ചിറകുണ്ടാകണം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഒന്ന് അക്കാദമിക മികവിന്റെ ചിറകാണ്, മറ്റൊന്ന് ധാർമ്മികതയുടെ മൂല്യബോധത്തിന്റെ വാല്യൂസിന്റെ ചിറകാണ്. ഈ 2 ചിറകുകൾ കൊണ്ടാണ് ഈ ലോകത്തിന്റെ ആകാശത്തിലേക്ക് പറക്കാൻ നമ്മുടെ കുട്ടികൾക്ക് നാം ആകാശം കാണിച്ചു കൊടുക്കുന്നത്. അവർ അക്കാദമിക മികവിന്റെ ചിറകുണ്ട്. നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കൂ. ഇവിടെ ആദരിക്കപ്പെടുന്ന 2 കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഷുഐബും സാദും. അവരുടെ സ്വഭാവം എത്ര ആകർഷകമാണ്, അവരുടെ വ്യക്തിത്വം എത്ര മനോഹരമാണ്. നമ്മുടെ ടീച്ചേഴ്സ് അത് കെട്ടിപ്പടുത്തതാണ്. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, ആളുകളെ പറ്റി നല്ലത് പറയാൻ അവർ മരിക്കണം, അല്ല, ആളുകൾ മരിക്കാൻ കാത്തിരിക്കേണ്ടതില്ല, അവരുടെ നന്മകൾ പറയാം. നമ്മുടെ ഈ മക്കളുടെ പെരുമാറ്റം അവരുടെ മാതാപിതാക്കൾ കൂടി അതിന് കാരണമായിട്ടുണ്ടാകും. നമ്മുടെ രക്ഷിതാക്കൾ, സാദിനൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ ടീച്ചേഴ്സിന്റെ സ്വാധീനം എത്രയാണ് എന്നറിയാം. ഞാൻ ആ മോനോട് ചോദിച്ചു, NIT എത്തിയല്ലോ, അപ്പൊ അവൻ പറഞ്ഞു IIT-യിലായിരുന്നു വേണ്ടത്. ഞാൻ അവനോട് പറഞ്ഞു, PG-യിൽ നമുക്ക് IIT-യിൽ വെച്ച് കാണാം, PG-യിൽ IIT-യിൽ ICTയുടെ മുദ്ര പതിപ്പിക്കാം. അവൻ പറഞ്ഞു റെഡി, PG-യിൽ IIT-യിൽ മുദ്ര പതിപ്പിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, 2030 തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ വിദേശത്ത് പല യൂണിവേഴ്സിറ്റികളിലും ഉണ്ടാകുമെന്ന് നാം സ്വപ്നം കാണുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കാദമിക് പ്ലാൻ അവതരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ സ്കൂളിന്റെ ഒരു പ്രശ്നം, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മാത്സ് ആണ് എന്ന് നമ്മുടെ രക്ഷിതാക്കൾക്കറിയാം. ഫൺമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം 1-2 ക്ലാസ്
ക്ലാസ്സുകളിലേക്ക് സന്തോഷകരമായി മാത്സ് പഠിക്കാൻ വേണ്ടി മാത്സ് ടീച്ചറെ കാണുമ്പോൾ തന്നെ ഓടി ഒളിക്കുന്നവരും മാത്സ് ടീച്ചർ സ്കൂളിലേക്ക് വരാണ്ടായിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചവരുമൊക്കെയാണ് നമ്മൾ. കാരണം അത്രയും പേടിയായിരുന്നു മാത്സ്. പക്ഷേ ഇവിടെ മാത്സ് ടീച്ചറെ കാണുമ്പോൾ സന്തോഷിക്കുന്നവരായിട്ട് മാറാൻ, വരൂ മാത്സിന്റെ ക്ലാസ് വരൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഫൺമിയോ എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് മോണിറ്റർ ചെയ്യപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തീർച്ചയായും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് കൂടി അതുണ്ടാകും. അതിന്റെ വിശദാംശങ്ങൾ ബഹുമാന്യയായ നമ്മുടെ അക്കാദമിക്കിന്റെ ചുമതല കൂടിയുള്ള വൈസ് പ്രിൻസിപ്പൽ ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ICT വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ സ്വപ്നങ്ങൾ വെറുതെ പറയാനുള്ള സ്വപ്നങ്ങളല്ല. ഈ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് പ്രപഞ്ചനാഥന്റെ കൽപ്പനയാണ്. തീർച്ചയായും നമുക്ക് മറ്റൊരു താല്പര്യവുമില്ല പ്രിയപ്പെട്ടവരെ. നേരത്തെ വളരെ വികാരഭരിതനായിട്ട് നമ്മുടെ സെക്രട്ടറി പറയുകയുണ്ടായി, ഇതിന്റെ ഗേറ്റ് കുറച്ചുകൂടി വലുതാക്കാമെന്ന്. അതെ, ഇതിന്റെ ഗേറ്റ് കുറച്ചുകൂടി വലുതാക്കാം, ആളുകളൊക്കെ കടന്നു വന്നോളൂ. അങ്ങനെ കടന്നു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ നാടിന് വേണ്ടിയാണ്. ഈ നാടിന്റെ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. വിദ്യാഭ്യാസപരമായിട്ടുള്ള എംപവർമെന്റ് ആണ് ഒരു സമൂഹത്തെ നന്നാക്കാൻ കഴിയുക. ഇനി വിദ്യാഭ്യാസപരമായ എംപവർമെന്റ് നടക്കണമെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാർ, എനിക്ക് അവസാനമായി പറയാനുള്ളത് എൻ്റെ ഉമ്മമാരോടാണ്. ഉമ്മമാർ എംപവർ ചെയ്യപ്പെടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അമ്മി ജാൻ എന്ന് മഹാത്മാഗാന്ധി വിളിച്ച ഒരു ഉമ്മയുണ്ടായിരുന്നു ഇന്ത്യയിൽ, അമ്മി ജാൻ. അവരുടെ പേര്, അവരെ നമ്മൾ ബി ഉമ്മ എന്നാണ് വിളിക്കാറുള്ളത്. ബി ഉമ്മ എന്ന് വിളിക്കുന്ന അമ്മി ജാൻ എന്ന് മഹാത്മാഗാന്ധി വിളിച്ച, ഇന്ത്യയിലെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉമ്മ. അവരുടെ ഭർത്താവ് 27ാമത്തെ വയസ്സിൽ മരിച്ചുപോയവരാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് അവരെടുത്തെറിയപ്പെടുന്നു. 6 മക്കളിൽ പ്രധാനികളായ 2 മക്കൾ, മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന ഷൗക്കത്ത് അലിയും 2 പേർ. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് മോഡേൺ ഹിസ്റ്ററിയിൽ ഗവേഷണം നടത്തുകയുണ്ടായി. മോഡേൺ ഹിസ്റ്ററിയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി ഗവേഷണം നടത്താൻ വേണ്ടി ആ മകൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഉമ്മയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മ അമ്മാവനെ സമീപിച്ചു. അമ്മാവൻ പറഞ്ഞു, പഠിച്ചതൊക്കെ മതി, എന്തിനാണ് അധികം പഠിക്കുന്നത്? പക്ഷെ ആ ഉമ്മ എന്ത് ചെയ്തു എന്നറിയോ? അമ്മി ജാൻ എന്ത് ചെയ്തു എന്നറിയുമോ? ആ ഉമ്മയുടെ 2 കാതിലെയും ഊരി, ആ ഉമ്മയുടെ അവശേഷിക്കുന്ന സ്വർണ്ണ തരികൾ കൂടി ഊരിയെടുത്ത് അത് വിറ്റിട്ട് ആ മകന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി അദ്ദേഹം മോഡേൺ ഹിസ്റ്ററിയിൽ ഗവേഷണം നടത്തി ഉന്നത ബിരുദധാരിയായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലമാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയപ്പോ കറാച്ചി ജയിലിൽ ഷൗക്കത്ത് അലി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. കറാച്ചി ജയിലിൽ നിന്ന് ഉമ്മാക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്, ഹൃദയഭേദകമായ ഒരു കത്ത്. ഉമ്മ, നിങ്ങൾ എന്നെ പഠിപ്പിച്ചു, എല്ലാ ദാരിദ്ര്യത്തിലും ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചു, എല്ലാ പ്രയാസത്തിലും ഉമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഉമ്മ, എന്റെ മനസ്സിപ്പോൾ പിടയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ബ്രിട്ടീഷുകാർ എന്നെ തൂക്കിക്കൊന്നാൽ എനിക്കൊരു പ്രശ്നമല്ല ഉമ്മ. ബ്രിട്ടീഷുകാർ എന്നെ വെടിവെച്ചു കൊന്നാൽ എനിക്കൊരു പ്രശ്നമില്ല ഉമ്മ. ഉമ്മ, നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിങ്ങളുടെ ആഭരണങ്ങൾ വിറ്റ് നിങ്ങൾ എന്നെ പഠിപ്പിച്ചില്ലേ ഉമ്മ? എന്നിട്ട് നിങ്ങൾക്ക് തുണയായി മാറേണ്ട 85-90 വയസ്സിൽ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് തുണയാകാൻ കഴിയാതെ കറാച്ചിയിലെ സെൻട്രൽ ജയിലിലാണ് ഞാൻ ഉള്ളത്. എന്നെ ഒരു കാര്യം അലട്ടുന്നുണ്ട് ഉമ്മ. അതെന്താണെന്ന് അറിയുമോ? പ്രപഞ്ചനാഥനായ അല്ലാഹു നാളെ എന്നെ വിളിച്ച് നിന്റെ ഉമ്മയ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ എനിക്ക് ചെയ്യാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല ഉമ്മ. എനിക്ക് എന്റെ നാഥന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയുമോ ഉമ്മ? ഉമ്മയുടെ മറുപടി എന്താണെന്ന് അറിയുമോ? മോനെ, നിന്നെ ഞാൻ പഠിപ്പിച്ചത് നിന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലല്ല. നീ അഭിമാനമുള്ളവരാണ്. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഈ രാജ്യത്തിന് വേണ്ടി നീ മരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അതാണ് നിന്റെ ഉമ്മയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന എന്നാണ്. പ്രിയപ്പെട്ടവരെ, നല്ല ഉമ്മമാരില്ലാതെ നല്ല തലമുറ ഉണ്ടാവുകയില്ല. നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കൂ. ഇതിവിടെ പറഞ്ഞില്ലേ, 1447 ഹിജ്റ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ അവർ കാത്തിരിക്കുന്നുണ്ട് പ്രവാചകനെ. 2 വർഷമായി, 1.5 വർഷത്തിലധികമായി ആ പ്രിയപ്പെട്ട പ്രവാചകനെ, തങ്ങളുടെ കരളിന്റെ കഷ്ടമായ പ്രവാചകനെ, ലോകത്ത് വെളിച്ചം കൊണ്ടുവന്നിട്ടുള്ള പ്രവാചകനെ, കുറുമ്പു മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പല വട്ടവും ഞാൻ, നിങ്ങൾ കൂപ്പുന്ന മരമല്ല കല്ലല്ല അല്ലാഹു സർവാധിക ശക്തനേകൻ. കുറുമ്പു മാറാത്ത ഖുറൈശി വര്യർ കോതിക്കൊടുത്തേൻ പല വട്ടവും ഞാൻ, നിങ്ങൾ കൂപ്പുന്ന മരമല്ല കല്ലല്ല അല്ലാഹു സർവാധിക ശക്തനേകൻ. കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണ നിരസ്ത വിശ്വാസർ അറേബ്യക്കാർ. അറേബ്യയുടെ മുമ്പിൽ വെളിച്ചമായി വന്ന ആ തിരുദൂതർ. പക്ഷേ വള്ളത്തോൾ ശ്രീനാരായണ മേനോൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് പാർശ്വങ്ങളിൽ നിന്ന് ഹാഹാ മൺകോരിയിട്ടാർ ചില മുഷ്കരന്മാർ. കൃതജ്ഞരെങ്കിൽ ഈ ഗുരുവിൻ ശിരസിൽ കനകാഭിഷേകം നടത്തേണ്ടതാം ഇവർ. ഈ ഗുരുവിന്റെ തലയിൽ സ്വർണത്തിന്റെ കിരീടം വെച്ചു കൊടുക്കണമായിരുന്നു. പക്ഷെ അവർ കല്ലെറിഞ്ഞു, അവർ പരിഹസിച്ചു, അവർ കൂക്കി വിളിച്ചു. മറ്റൊരു രാജ്യവും തേടി, മറ്റൊരു നാടും തേടി, മറ്റൊരു മണ്ണും തേടി മക്കയെ വിട പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പോവുകയാണ്. പ്രവാചകനെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മദീനയിൽ. വളരെ വൈകാരികമായ ഒരു സംഭവമാണ്. പ്രവാചകനെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രവാചകനെ കാത്തിരിക്കുന്ന സ്ത്രീകൾ, പ്രവാചകനെ കാത്തിരിക്കുന്ന പുരുഷാരം. അവരിൽ പലരും ഈത്തപ്പനയുടെ മുകളിൽ കയറി, അവരിൽ പലരും മദീനയിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നോക്കത്താ ദൂരത്തോളം അവർ കാത്തിരിക്കുകയായിരുന്നു. അഷ്റഫുൽ ഖൽക്ക് തിരുദൂതർ വരുന്നുണ്ടോ എന്നറിയാൻ. അവരിൽ ഒരാൾ കണ്ടു പ്രവാചകന്റെ തല, അവരിൽ ഒരാൾ കണ്ടു പ്രവാചകന്റെ വാഹനം. അവർ പാടി ത്വലഅൽ ബദറു അലൈന, ഞങ്ങളുടെ മേലിതാ ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നു എന്നവർ പാടി. ആബാലവൃദ്ധം ജനങ്ങൾ പ്രവാചകൻ അരികിലേക്ക് വന്നു. അവർ കരുതി വെച്ച കുറച്ച് സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു. അവർ പ്രവാചകന്റെ അരികിലേക്ക് വന്ന് ആ സമ്മാനങ്ങൾ പ്രവാചകന് സന്തോഷത്തോടെ നൽകാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ഉമ്മ, റുവൈസ് ബിൻത് ഹൽ എന്ന് പറയുന്ന ഒരു ഉമ്മ, ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു സ്ത്രീ, പതിയെ അവർക്കിടയിൽ ദരിദ്രയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. അവർ പ്രവാചകന്റെ അരികിലേക്ക് എത്തി. പ്രവാചകന്റെ അരികിലെത്തിയിട്ട് ആ തിരുമുഖം ഏറെ നേരം നോക്കി നിന്നു. എന്നിട്ട് ആ ഉമ്മ പറയുകയാണ്, ഉമ്മു സുലൈം പറയുകയാണ്, തിരുദൂതരെ, അങ്ങയോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇവരൊന്നും തന്നതുപോലെ ഒരു സമ്മാനവും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ ആകെ കൂടിയിട്ടുള്ള സമ്മാനം എന്താണെന്നറിയോ? എൻ്റെ ഈ കൈ തൂങ്ങി നടക്കുന്ന അനസ് ബിൻ മാലിക് എന്ന് പറയുന്ന കൊച്ചു കുഞ്ഞാൻ. തിരുദൂതരെ, ഞാൻ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ നൽകുകയാണ്, മറ്റൊന്നും നൽകാൻ എനിക്കില്ല. ആ ഉമ്മയുടെ സമർപ്പണമാണ് പിന്നെ ലോക ചരിത്രത്തിലെ മഹാവിജ്ഞാനിയായ അനസ് ബിൻ മാലിക് ഉണ്ടായത്. നിങ്ങൾ നോക്കൂ, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി കീലാൻ എന്ന കുഗ്രാമത്തിൽ, പടമേക്കാൾ വലിയൊരു കുഗ്രാമത്തിൽ, ഞാനിതെന്തിനാണ് പറയുന്നത് എന്നറിയുമോ? നമ്മുടെ ഉമ്മമാർ, നമ്മുടെ അമ്മമാർ എംപവർ ചെയ്യപ്പെടാതെ ഒരു സമൂഹവും പരിവർത്തിപ്പിക്കപ്പെടുകയില്ല. നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കാറുണ്ട്, എന്താണ് അക്കാദമിക മികവുണ്ടാക്കാൻ പ്രശ്നം? അവരിൽ അധിക പേരും പറയാറുള്ളത്, രക്ഷിതാക്കളൊന്ന് എംപവർ ചെയ്യപ്പെട്ടാൽ, രക്ഷിതാക്കളൊന്ന് എഴുന്നേറ്റാൽ. പ്രിയപ്പെട്ടവരെ, പഴയ കാലത്തുള്ള രക്ഷിതാക്കളല്ല എന്നത് ശരിയാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടുന്ന് 10:30 മണിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാദിഹുദയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ ഇപ്പോൾ ഇവിടെയുണ്ട്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട്. അദ്ദേഹം വാദിഹുദയുടെ ചുമതലയിലുള്ള പ്രിൻസിപ്പളായിട്ട് അദ്ദേഹത്തിന്റെ സീറ്റിലിരിക്കുമ്പോൾ ഒരു രക്ഷിതാവ് ഓടി അങ്ങ് കയറി വന്നു. എന്നിട്ട് അയാൾ വളരെ അഗ്രസീവായിട്ട് പറഞ്ഞു, എൻ്റെ മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ, അവന്റെ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഇക്ബാൽ സാറ് ചോദിച്ചു, എന്താ മോന്റെ പേര് പറഞ്ഞു. 7ാം ക്ലാസ്സിലെ രജിസ്റ്റർ മുഴുവൻ എടുത്തു നോക്കി, അവന്റെ പേര് ആ രജിസ്റ്ററിലില്ല. ഇക്ബാൽ സാറ് പറഞ്ഞു, ഈ പേരിലുള്ള കുഞ്ഞ് 7ാം ക്ലാസ്സിലല്ലോ, എന്നാ സാർ നിങ്ങൾ 8ാം ക്ലാസ് നോക്ക്. ഇക്ബാൽ സാർ 8ാം ക്ലാസ്സിന്റെ രജിസ്റ്റർ എടുത്തു, അതിലും ഈ കുഞ്ഞിന്റെ പേരില്ല. ഇക്ബാൽ സാറ് പറഞ്ഞു, 8ാം ക്ലാസ്സിലെ രജിസ്റ്ററിലും പേരില്ല. അപ്പൊ ഈ രക്ഷിതാവ് വന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു പോകുമ്പോൾ പറയാണ്, എന്നാ പിന്നെ പുതിയങ്ങാടി സ്കൂളിലായിരിക്കും, ഞാൻ അവിടെ പോയി നോക്കട്ടെ. ഇതായിരുന്നു 10-15 കൊല്ലം മുമ്പ് രക്ഷിതാക്കളുടെ അവസ്ഥ. ഇപ്പൊ അങ്ങനെയല്ല. രക്ഷിതാക്കൾ നോക്കുന്നുണ്ട്, എവിടെ പഠിപ്പിക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി നിങ്ങൾ കരിയർ ഓറിയന്റേഷൻ നിങ്ങൾ ഉണ്ടാക്കിയാൽ, രക്ഷിതാക്കൾ ഉണ്ടാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കൾ കരിയർ ബോധമുള്ളവരാകണം. മാതാക്കൾ കരിയറിനെ കുറിച്ച് അറിയുന്നവരാകണം.
മാതാക്കൾ 2030 ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് അതറിയണം. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് അതറിയണം. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാണെന്ന് മാതാപിതാക്കൾ അറിയണം. എന്നിട്ട് മക്കൾക്ക് സ്വപ്നം വെച്ചു കൊടുക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്, കീലാൻ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന് ബഗ്ദാദ് എന്ന് പറയുന്ന വിജ്ഞാനത്തിന്റെ പ്രകാശ ഗോപുരത്തിലേക്ക് മകനെ പറഞ്ഞയക്കുമ്പോ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഉമ്മാക്ക് ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. ആകെ കൂടിയുള്ള സ്വർണ്ണ നാണയങ്ങൾ വസ്ത്രത്തിന്റെ തലമ്പിൽ തുന്നിച്ചേർത്ത് കൊടുത്തത് നമുക്കറിയാം. ആ കുഞ്ഞവിടെ പോയി പഠിക്കാൻ തുനിഞ്ഞു. അങ്ങനെ പഠിക്കാൻ തുനിഞ്ഞിട്ട് ഒന്നുമില്ലാത്ത ആ കുഞ്ഞെന്ത് ചെയ്യാൻ? ബഗ്ദാദിന്റെ തെരുവുകളിൽ ആ കുഞ്ഞ് അലഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കാശില്ലാത്തതിന്റെ പേരിലുണ്ടല്ലോ തെരുവുകളിൽ, അതുപോലെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളിൽ കൈയിട്ടുകൊണ്ട് വെള്ളം കോരിയെടുത്ത് ദാഹം ശമിച്ച് വിശപ്പ് സഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ ബഗ്ദാദിലെ ഏറ്റവും വലിയ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യാപാരി വന്നു, ഒരു വ്യവസായി വന്നു. അയാളുടെ ഭക്ഷണപ്പൊതി തുറന്നു. ആ ഭക്ഷണപ്പൊതിയിലേക്ക് വിശക്കുന്ന അബ്ദുൽ ഖാദർ ഒന്ന് കണ്ണ് കൊണ്ടുപോയി. അപ്പോ ഉമ്മയുടെ ഉപദേശം ഓർമ്മ വന്നു, അന്യായമായിട്ട് ഒരാളുടെയും ഒന്നും വാങ്ങരുത്. ആ കുഞ്ഞ് കണ്ണ് പിന്തിരിഞ്ഞു. കണ്ണ് തിരിച്ചു പിടിക്കൂ. ആ ബഗ്ദാദിലെ വലിയ വ്യവസായി ആ കുഞ്ഞിനരികിലേക്ക് വിളിച്ചു, മോനെ ഇങ്ങോട്ട് വരൂ, ഭക്ഷണം കഴിക്കൂ. ആ കുഞ്ഞിനെ നിർബന്ധിച്ചപ്പോ ആ ചപ്പാത്തിയിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് വായിലിട്ടു. അത് വായിലിട്ട് ചവച്ചരക്കുമ്പോ ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, മോനെ കീലാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്ന അബ്ദുൽ ഖാദറിനെ മോൻ അറിയുമോ? കൗതുകത്തോടെ അബ്ദുൽ ഖാദർ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾക്ക് അറിയുന്നത്? അതോ ഞാൻ വ്യവസായത്തിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി കൊണ്ടുവന്ന എൻ്റെ എല്ലാ സമ്പത്തും കഴിഞ്ഞു. അവനെ കാണുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി അവന്റെ ഉമ്മ സ്നേഹത്താൽ പൊതിഞ്ഞു തന്ന കുറച്ച് പണം ഉണ്ടായിരുന്നു. ആ പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഭക്ഷണം വാങ്ങിയത്. അവനോടൊന്ന് പറയണമല്ലോ. അബ്ദുൽ ഖാദറിന്റെ 2 കണ്ണുകളും നിറഞ്ഞൊലിക്കുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ കരുതലുണ്ടെങ്കിൽ, നിങ്ങളുടെ കാവലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കൾ മദ്യത്തിലേക്ക് പോവുകയില്ല, മയക്കുമരുന്നിലേക്ക് പോവുകയില്ല. നിങ്ങൾ ആരാണ് ആകേണ്ടത് എന്ന് ചോദിച്ചാൽ ഇമോഷണൽ ടൂൾ കിറ്റ് ആയിട്ട് നിങ്ങൾ മാറണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇമോഷൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം, അവരെ ചേർത്ത് പിടിക്കാൻ. ലോകത്ത് ഉമ്മമാരെ സൃഷ്ടിച്ചു കഴിഞ്ഞു ചൈന, പിതാക്കന്മാർ അതിനു മുമ്പേ സൃഷ്ടിച്ചു കഴിഞ്ഞു. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ലോകത്ത് മഹാ അത്ഭുതമായി പടർന്നു പിടിക്കുകയാണ്. എന്നാൽ ഒന്ന് മാത്രം ആർക്കും കൊടുക്കാൻ കഴിയില്ല. അതെന്താണെന്നറിയോ? ഉമ്മയുടെ കരുതൽ, ഉമ്മയുടെ സ്നേഹം, ഉമ്മയുടെ വികാരം. അതാർക്കും കൊടുക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ കൈകൾ ഇങ്ങനെ നിവർത്തിപ്പിടിച്ച് അവരെ ഒന്ന് ചേർത്ത് പിടിക്കൂ. 40% കുട്ടികൾ, നേരത്തെ ഇവിടെ ഡ്രഗിനെ കുറിച്ച് പറഞ്ഞു, 40% കുട്ടികൾ ഈ മയക്കുമരുന്നിലേക്ക് പോകുന്നത് സുഹൃത്തുക്കൾ വഴിയാണ്. നിങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തായി മാറൂ. നിങ്ങൾ പ്രതീക്ഷ നൽകൂ വിദ്യാർത്ഥികൾക്ക്. നിങ്ങളുടെ മക്കൾക്ക് പ്രതീക്ഷ അടഞ്ഞ ഒരു ലോകത്തെ കുറിച്ചല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, അവർക്ക് പ്രതീക്ഷയുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം. ലോകം നന്മയിലേക്ക് വളരും. ലോകത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള ദ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞിട്ട് ഓ ഹെൻറിയുടെ ഒരു കഥയില്ലേ, മരിക്കാൻ പോകുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആരോ ചേർത്ത് കെട്ടിയ, കഥ പറയാൻ നേരമില്ല, ആരോ ചേർത്ത് കെട്ടിയ ഒരു ഇലയായിരുന്നു. മരത്തിന്റെ മുകളിൽ ആരോ ചേർത്ത് കെട്ടിയ ഒരു ഇലയാണ് ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. നിങ്ങളുടെ ഹൃദയവുമായി, നിങ്ങളുടെ മിടിക്കുന്ന ഹൃദയവുമായി, നിങ്ങളുടെ വികാരവുമായി, നിങ്ങളുടെ വിചാരവുമായി നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചേർത്ത് പിടിക്കൂ. അവരെ ചുംബിക്കൂ, അവരെ തലോടൂ, അവരുടെ ശരീരമാസകലം നിങ്ങളുടെ സ്നേഹം കൊണ്ട് മൂടൂ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് ICT പോലൊരു വിദ്യാഭ്യാസ സ്ഥാപനവും കൂടി ഉണ്ടായാൽ അവർ മികവുറ്റ മക്കളായിട്ട് മാറും. ലോകം എത്ര ഇരുണ്ടാലും, ലോകത്തെത്ര ഇരുട്ട് പരന്നാലും വെളിച്ചത്തിന് ശക്തി കൂടും. വെളിച്ചത്തിന്, പ്രകാശത്തിന്, അതെത്ര ചെറിയ പ്രകാശമാണെങ്കിലും നമുക്ക് ഈ ഒരു പാരന്റ്സ് കോൺഫറൻസിൽ വലിയ മോട്ടിവേഷൻ ഒന്നും നൽകാനില്ല. ഈ ഡോക്ടർ ഷഫീഖ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പഠനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മോട്ടിവേഷനാണ്. അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചോ ഞാൻ പറയേണ്ടതില്ല. പഠനക്കാർക്കറിയാം. അങ്ങനെ ഒരാൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് അവാർഡുകൾ വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഉറക്കം നടിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റും. എനിക്കൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുണ്ട്. കുട്ടികളുടെ ഡിവൈസ് ഉപയോഗത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾ അവരുടെ ഡിവൈസ് ഉപയോഗത്തെ കുറക്കാൻ ശ്രമിക്കേണ്ടതുമില്ല. ഞാൻ ഒന്നാമത് എൻ്റെ ഭാര്യയോട് പറയുന്നു, ഇവിടെയുള്ള എല്ലാ രക്ഷിതാക്കളോടും പറയുന്നു, മക്കളുടെ മൊബൈൽ ഉപയോഗം നിങ്ങൾ കുറക്കാൻ നോക്കണ്ട.
കുറയൂല. നിങ്ങൾ കുറക്കാൻ നോക്കണ്ട. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അവർക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ അവരെ പറഞ്ഞു വിടുക. അവര് പുതിയ പുതിയ നല്ല നല്ല പ്ലാറ്റ്ഫോമുകളിൽ, ഞാൻ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട മാഡവുമായി, സംഗീത മാമുമായി സംസാരിച്ചിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഏറ്റവും നല്ല ഡിവൈസ് ഉപയോഗിക്കുന്നവരായി, ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ക്രിയേറ്റീവായി, ഏറ്റവും ബുദ്ധിപരമായി, ഏറ്റവും വൈകാരിക പക്വതയോടെ ഡിവൈസുകൾ ഉപയോഗിക്കുന്നവരായി കുഞ്ഞുങ്ങളെ മാറ്റാമെന്നത് മോണ്ടിസോറി മുതൽ ട്രെയിനിങ് കൊടുക്കണമെന്ന്. അതെ, അങ്ങനെ കൊടുത്താൽ അവർ കാണേണ്ടതേ കാണൂ. അവരോട് കാണരുത് എന്ന് പറയുന്നത് വഞ്ചനയാണ്. നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ പോവാണ്. ട്രെയിനിൽ പോകുമ്പോൾ ഒരു 3 വയസ്സുള്ള കുഞ്ഞ് വമ്പിച്ച ഗെയിമുകളി മൊബൈലിൽ, ഉമ്മയാകട്ടെ അത് പിടിച്ചു പറിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഉമ്മക്കാണല്ലോ കരുത്ത്, ഉമ്മ ജയിച്ചു. പിന്നെ നമ്മൾ കണ്ടത് ഉമ്മ ഗെയിം കളിക്കാൻ തുടങ്ങുന്നതാണ്. അത്രയേ ഉള്ളൂ കാര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഡിവൈസ് വാങ്ങുന്നത് കുട്ടികൾ കളിക്കുന്നുണ്ടല്ല, നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളടക്കം എങ്ങനെ പോസിറ്റീവായി എങ്ങനെ ഈ കമ്പ്യൂട്ടർ ലിറ്ററസി അല്ലെങ്കിൽ ഇന്റർനെറ്റ് ലിറ്ററസിയെ ഉപയോഗപ്പെടുത്താം എന്നാലോചിക്കണം. അതായിരിക്കും പുതിയ ലോകത്ത് ഏറ്റവും നന്നാവുക. അനേകം പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കുട്ടികൾക്ക് മാത്സ് പഠിക്കാൻ, കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ, കുട്ടികൾക്ക് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഒക്കെ അവരുടെ മുമ്പിൽ വഴികളുണ്ട്. അതുകൊണ്ട് ആ വഴി തുറന്നു കൊടുക്കുക എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓരോ ഉമ്മയുമാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞില്ലേ, ആ ഉമ്മ ധാർമ്മികതയുടെ കരുത്തുകൂടി കൊടുക്കണം. ഉമ്മ എന്ന് പറയുന്നത് ചില്ലറ പദവിയല്ല. അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ അള്ളാനെ കിന കണ്ടു. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ അള്ളാനെ കാണാൻ പറ്റൂല. അപ്പൊ കുഞ്ഞുടനെ പറയാണ്, അള്ളയും നമ്മൾ ഉപ്പി ഒരുപോലെയാണോ എന്ന്. കാരണം ഉപ്പയെയും കുഞ്ഞ് അധികം കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാർക്ക് ഒരുപാട് സ്ട്രെയിൻ, ഒരുപാട് സമ്മർദ്ദം യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലുണ്ട്. തീർച്ചയായും എനിക്ക് സിഗ്നൽ തന്നു കഴിഞ്ഞു, അടുത്ത പരിപാടിന്റെ ആളുകൾ ഇങ്ങനെ നിൽക്കാൻ. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാർ ധാർമ്മികമായി കരുത്തുള്ളവരാവുക. തീർച്ചയായും ആ കരുത്ത് നമുക്ക് പകർന്നു കൊടുക്കാം. ഇമാം ഷാഫിയെ കുറിച്ച് അറിയുമോ? അദ്ദേഹം ഹറമിൽ ഇമാമായിട്ട് നിൽക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ടിട്ട് തേങ്ങിക്കരയുമായിരുന്നു. ഒരു നാൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കിങ്ങനെ പാരായണം ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? എനിക്ക് 2-3 വയസ്സുള്ള സമയങ്ങളിൽ എൻ്റെ ഉമ്മ എന്നെ മടിയിലിരുത്തും, എന്നിട്ട് ഖുർആൻ പരിശുദ്ധ വചനം എനിക്ക് പാരായണം ചെയ്തു തരും. അതിൻ്റെ ആത്മാവാണ് ഇപ്പോഴും എൻ്റെ ഉള്ളിലുള്ളത് എന്ന് ഇമാം ഷാഫി പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ഉമ്മ, നിന്നെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട സഹോദരി, നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് നീ എന്ന് തിരിച്ചറിയണം. നല്ല മക്കൾ ഉണ്ടാകണമെങ്കിൽ, നല്ല ലോകം ഉണ്ടാകണമെങ്കിൽ നല്ല അമ്മമാരുണ്ടാകണം. ONV കുറുപ്പിന്റെ അമ്മ എന്ന മനോഹരമായ ഒരു കവിതയുണ്ട്. അമ്മ എന്നത് ലോകത്തിൽ നിർവചിക്കാൻ കഴിയാത്ത കാര്യമാണ്. നിങ്ങൾ എനിക്ക് ഒരു കാര്യം വാക്ക് നൽകുക. ICTയുടെ ചുമതലപ്പെട്ട ഒരാളെന്ന നിലയിൽ ഈ ഒരു വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ എനിക്ക് ഒരു വാക്ക് നൽകുക. ഉമ്മ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുമെങ്കിൽ ICT നിങ്ങളുടെ മക്കളെ ധാർമ്മികമായ ഉൾക്കരുത്തോടെ അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ ഈ സംരംഭത്തെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.